പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ ആഗോളതലത്തിൽ ഭാരതം ആർജിക്കുന്ന അംഗീകാരത്തിനും സ്വാധീനത്തിനും തെളിവാണ് ഭാരതത്തോടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്കുണ്ടായ നിലപാട് മാറ്റം. കാനഡയിലെ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നജാറിന്റെ വധത്തിൽ ഭാരതത്തിനും നരേന്ദ്രമോദിക്കും പങ്കിട്ടെന്ന പ്രസ്താവനയിൽ നിന്നും പിൻവാങ്ങുകയും അത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന് സ്വന്തം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പഴിക്കുകയുമാണ് കഴിഞ്ഞ ദിവസം ട്രൂഡോ ചെയ്തത്. സ്വന്തം രാജ്യത്തിനകത്തും രാജ്യാന്തര തലത്തിലും തനിക്കെതിരെ രൂപം കൊണ്ട ശക്തമായ വികാരമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചതെന്ന് വ്യക്തം. ട്രൂഡോയുടെ നിലപാട് ഭാരത കാനഡ ബന്ധം തന്നെ വഷളാക്കിയിരുന്നു. ഭീകരനായി ഭാരതം പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഖലിസ്ഥാൻവാദിയായ നിജർ. കാനഡയിൽ വനസാന്നിധ്യമായ സിഖ് വിഭാഗത്തിന്റെ പ്രീതിയും പിന്തുണയും നേടാനായി ഖലിസ്ഥാൻ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ട്രൂഡോ തുടർന്നു പോന്നിരുന്നത്. അതിന്റെ ഭാഗമായിരുന്നു മോദിക്കെതിരായ പ്രസ്താവന. നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പിന്തുണ ട്രൂഡോയ്ക്ക് കരുത്തു പകരുകയും ചെയ്തിരുന്നു. പക്ഷെ ഭാരതത്തിന്റെ കർശന നിലപാടും നയതന്ത്ര ബന്ധങ്ങളിൽ വരുത്തിയ നിയന്ത്രണങ്ങളും ട്രൂഡോയെ ഉലച്ചു. അവിടുത്തെ പ്രതിപക്ഷം പ്രധാനമന്ത്രിക്കെതിരെ രംഗത്തെത്തി. ആനുകൂല്യങ്ങൾ പറ്റി വളർന്നു പന്തലിച്ച ഖലിസ്ഥാൻവാദികൾ കാനഡയിലെ വെള്ളക്കാർക്കെതിരെ വരെ തിരിയുകയും ചെയ്തു. ഇത് കാനഡയിൽ തന്നെ ട്രൂഡോയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് വഴിവെച്ചു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടത് ട്രൂഡോയ്ക്കുമേലുള്ള സമ്മർദ്ദം കൂട്ടി. ഭാരതത്തിന് കൂടുതൽ ശക്തി വരികയും ചെയ്തു. പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പാടിൽ നിന്നാണ് ട്രൂഡോയുടെ ചുവടുമാറ്റവും പിഴവ് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും. ഇതിനിടെ കാനഡയിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിക്കാനും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനും ട്രൂഡോ തയ്യാറായത് അതുകൊണ്ട് തന്നെയാണ്. അത് ഖലിസ്ഥാൻ ഭീകരരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഭാരതത്തിനും ഹിന്ദു സമൂഹത്തിനും അനുകൂലമായ ശക്തമായ നിലപാടാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് കൈക്കൊള്ളുന്നത്. ഹിന്ദു കൂട്ടക്കൊലയെയും ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരായ ആക്രമണങ്ങളെയും അപലപിച്ച ട്രംപ് ബംഗ്ലാദേശിലെ ഹിന്ദു പീഡനങ്ങളെയും എതിർത്തു. G20 ഉച്ചകോടിയിൽ ഭാരതത്തിനും നരേന്ദ്രമോദിക്കും കിട്ടിയ അംഗീകാരവും ഗയാനയിലും റിപ്പബ്ലിക് ഓഫ് ഡൊമിനിക്കയിലും മോദിക്ക് കിട്ടിയ സ്വീകാര്യതയും ബഹുമതികളും രാജ്യാന്തര തലത്തിൽ മോദിയും ഭാരതവും എവിടെ നിൽക്കുന്നതിന്റെ സൂചനയായിരുന്നു. ഇതിനൊക്കെ പുറമെയാണ് ആനുകൂല്യങ്ങളും പരലാളനങ്ങളും ഉപയോഗിച്ച് വളർന്ന ഖലിസ്ഥാൻവാദികൾ കാനഡയിലെ വെള്ളക്കാർക്കെതിരെ നടത്തിയ വെല്ലുവിളി. യൂറോപ്യൻ കുടിയേറ്റക്കാരായ വെള്ളക്കാർ രാജ്യം വിട്ടു പോകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. കാനഡ തങ്ങളുടെ രാജ്യമാണെന്നും അവർ പ്രഖ്യാപിച്ചു. ലോകം നേരിടുന്ന ഭീകരതയുടെ മറ്റൊരു മുഖമാണ് കാനഡ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് വ്യക്തമായതിന്റെ ഫലമാണ് ട്രൂഡോയുടെ നിലപാട് മാറ്റം. അത് കാലത്തിന്റെ നിയോഗമാണ്. കാരണം ഏത് രൂപത്തിലുമുള്ള ഭീകരതയ്ക്കെതിരെയും കടുത്ത നിലപാടെടുക്കുന്ന നയമാണ് ഭാരതത്തിൻ്റെത്. അതിന് ലഭിക്കുന്ന അംഗീകാരം ആഗോളതലത്തിൽ ഭാരതത്തിന് അനുകൂലമായ ചിന്ത വളർത്തുന്നുമുണ്ട്. ചൈനയുടെ പോലും നിലപാടുമായിപ്പെട്ടത് അതിന്റെ ഫലമാണ്. ഒരു ശക്തിക്കും എതിർക്കാനാകാത്ത നിലപാടാണ് അത്. അങ്ങേയറ്റം ബാലിശമാണ് പുതിയ നിലപാടിനെ ന്യായീകരിക്കാൻ ട്രൂഡോ നടത്തിയ പ്രസ്താവന. നിജർ വധത്തിൽ നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും പങ്കുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്ന മാധ്യമ വാർത്തയുടെ പേരിലാണ് ഭാരതത്തിനെതിരെ അദ്ദേഹം ആദ്യം കടുത്ത നിലപാട് എടുത്തത്. അത് പിന്നീട് തിരുത്തിയപ്പോൾ പറയുന്നത് തെറ്റായ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ചോർത്തിക്കൊടുക്കുകയും ചെയ്ത ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകൾ ആണെന്ന്. സ്വന്തം ഉദ്യോഗസ്ഥരുടെ പിഴവ് മനസ്സിലാക്കാതെയും അന്വേഷിക്കാതെയും മാധ്യമ വാർത്തയുടെ പേരിൽ രാജ്യാന്തര നിലപാടെടുത്ത കാനഡ പ്രധാനമന്ത്രി ട്രൂഡോ ഫലത്തിൽ സ്വയം കുഴിച്ച കുഴിയിൽ തന്നെയാണ് വീണത്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.